Module 6 Frequency Modulated CW Radar. CW റഡാറിൽ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സിഗ്നൽ ഫ്രീക്വൻസിൻ്റെ ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത് നാരോ ആണ്. സോ നാരോ ബാൻഡ് വിഡ്ത്ത് ആയതുകൊണ്ട് CW റഡാർ വെച്ചിട്ട് റേഞ്ച് മെഷർമെൻറ്റ് പോസിബിൾ അല്ല. So if we want to measure range using a simple CW radar, we have to add timing signal or timing mark. So once we add this timing mark, we can calculate the time of transmission as well as time of reception. So once our time of transmission time of reception കിട്ടിക്കഴിഞ്ഞാൽ അത് വെച്ചിട്ട് ട്രാൻസിറ്റ് ടൈം കാൽക്കുലേറ്റ് ചെയ്യാം. സോ എത്രത്തോളം ഡിസ്റ്റിങ്ക്റ്റ് ആകുന്നു അല്ലെങ്കിൽ എത്രത്തോളം നമ്മൾ ഈ ടൈമിംഗ് മാർക്ക് ആ ഒരു വേവ് ഫോമിലേക്ക് ആഡ് ചെയ്യുന്നു അത്രത്തോളം അക്യുറസി ഇൻക്രീസ് ചെയ്യും. ബട്ട് ടൈമിംഗ് മാർക്ക് ആഡ് ചെയ്യുന്നതിനനുസരിച്ച് ട്രാൻസ്മിറ്റിംഗ് സ്പെക്ട്രത്തിൻ്റെ ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത് ബ്രോഡൻ ചെയ്യും. ഒരു നോർമൽ ആയിട്ടുള്ള ഒരു സിഗ്നൽ, ഒരു കണ്ടിന്യൂസ് വേവ് കാരിയർ സിഗ്നൽ ഉണ്ടെങ്കിൽ അതിൻ്റെ ബാൻഡ് വിഡ്ത്ത് ബ്രോഡൻ ചെയ്യാൻ വേണ്ടി മോഡുലേഷൻ ടെക്നിക്ക് യൂസ് ചെയ്യാം. മോഡുലേഷൻ ടെക്നിക്ക് എന്ന് പറയുമ്പോൾ ആംപ്ലിറ്റ്യൂഡ് ആവാം, ഫ്രീക്വൻസി ആവാം, ഫേസ് ആകാം. സോ ഇവിടെ മെയിൻലി യൂസ് ചെയ്യുന്നത് ഫ്രീക്വൻസി മോഡുലേഷനാണ്. സോ ഫ്രീക്വൻസി മോഡുലേഷൻ എന്ന് പറയുമ്പോൾ അവിടുത്തെ ടൈമിംഗ് മാർക്ക് എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ ഫ്രീക്വൻസി ആയിരിക്കും. സോ ഇവിടെ ട്രാൻസിറ്റ് ടൈം എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി പ്രൊപ്പോർഷണൽ ടു ഡിഫറൻസ് ഇൻ ഫ്രീക്വൻസി ബിറ്റ്വീൻ ദി എക്കോ സിഗ്നൽ ആൻഡ് ട്രാൻസ്മിറ്റർ സിഗ്നൽ. ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സിഗ്നലും റിസീവ് ചെയ്യുന്ന സിഗ്നലും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസിനെയാണ്, ആ ഡിഫറൻസ് എന്ന് പറയുന്നത് ട്രാൻസിറ്റ് ടൈമിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. സോ ഒരു ബ്ലോക്ക് ഡയഗ്രാം നോക്കുകയാണെങ്കിൽ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സിഗ്നൽ തന്നെയാണ് റെഫറൻസ് സിഗ്നലായിട്ടും യൂസ് ചെയ്തിട്ടുള്ളത്. സോ റിസീവർ സൈഡിൽ മിക്സറിൽ ട്രാൻസ്മിറ്റ് ചെയ്ത സിഗ്നലിലെ ആ ഒരു പോർഷനും എക്കോ സിഗ്നലും തമ്മിൽ മിക്സ് ചെയ്യും. സോ അതിൻ്റെ ആ ഒരു ഡിഫറൻസിനെയാണ് നമ്മൾ ബീറ്റ് ഫ്രീക്വൻസി എന്ന് പറയുക. എക്കോ സിഗ്നലും ട്രാൻസ്മിറ്റിംഗ് സിഗ്നലിലെയും ആ ഒരു ഡിഫറൻസിനെയാണ് ബീറ്റ് ഫ്രീക്വൻസി അല്ലെങ്കിൽ ഡിഫറൻസ് ഫ്രീക്വൻസി എന്ന് പറയുക. സോ ആ ഒരു ബീറ്റ് ഫ്രീക്വൻസിനെയാണ് ആംപ്ലിഫൈ ചെയ്തിട്ട് അതിൻ്റെ ആംപ്ലിറ്റ്യൂഡിൽ ഫ്ലക്ച്വേഷൻസ് ഉണ്ടെങ്കിൽ ഒരു ലിമിറ്റർ വെച്ച് ആ ഫ്ലക്ച്വേഷൻസ് എല്ലാം മാറ്റിയിട്ട് ഫ്രീക്വൻസി കൗണ്ടറിലേക്ക് പാസ് ചെയ്യുന്നത്. സോ ഫ്രീക്വൻസി കൗണ്ടറിനെ ഇൻ ടേംസ് ഓഫ് ഡിസ്റ്റൻസ് ആണ് കാലിബ്രേറ്റ് ചെയ്തിട്ടുള്ളത്. സോ ഫ്രീക്വൻസി കൗണ്ടറിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇൻ ടേംസ് ഓഫ് ഡിസ്റ്റൻസിലായിരിക്കും നിങ്ങൾക്ക് കിട്ടുക. അങ്ങനെയാണത് കാലിബ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. സോ ആ ഫ്രീക്വൻസി കൗണ്ടറിൻ്റെ ഔട്ട്പുട്ടാണ് ഇൻഡിക്കേറ്ററിൽ കാണിക്കുക. ദാറ്റ് മീൻസ് ആ ഒരു ഡിഫറൻസ് ഇൻ ഫ്രീക്വൻസിനെയാണ് ഇൻഡിക്കേറ്ററിൽ കാണിക്കുക. സോ നെക്സ്റ്റ് ലീനിയർ ഫ്രീക്വൻസി മോഡുലേഷൻ കൺസിഡർ ചെയ്യുക. ലീനിയർ ഫ്രീക്വൻസി മോഡുലേഷൻ മീൻസ് ട്രാൻസ്മിറ്റിംഗ് ഫ്രീക്വൻസി ആസ് ഇൻക്രീസിങ് ലീനിയർലി വിത്ത് ടൈം. സോ ആ ഒരു ഫിഗർ നോക്കുകയാണെങ്കിൽ സോളിഡ് ലൈൻ എന്ന് പറയുന്നത് ട്രാൻസ്മിറ്റിംഗ് സിഗ്നലാണ്, ഡോട്ടഡ് ലൈൻ എന്ന് പറയുന്നത് എക്കോ സിഗ്നലാണ്. ട്രാൻസ്മിറ്റിംഗ് സിഗ്നലും എക്കോ സിഗ്നലും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് നമ്മൾ ഡിഫറൻസ് ഫ്രീക്വൻസി അല്ലെങ്കിൽ ബീറ്റ് ഫ്രീക്വൻസി എന്ന് പറയുക. അതാണ് ആ ഫിഗറിൽ മാർക്ക് ചെയ്തിട്ടുള്ളത്. ദെൻ ട്രാൻസിറ്റ് ടൈം എന്ന് പറയുന്നത് 2R/c ആണ്. ഇനി നമ്മൾ കൺസിഡർ ചെയ്യുന്ന ടാർജറ്റ് സ്റ്റേഷനറി ആണ് എന്നുണ്ടെങ്കിൽ അവിടെ ഡോപ്ലർ ഫ്രീക്വൻസി ഷിഫ്റ്റ് 0 ആയിരിക്കും. ഡോപ്ലർ ഫ്രീക്വൻസി ഷിഫ്റ്റ് ഉണ്ടാകില്ല. അങ്ങനെയാണെങ്കിൽ ബീറ്റ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് ടാർജറ്റ് റേഞ്ചിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. ദാറ്റ് മീൻസ് FB ഇസ് ഈക്വൽ ടു FR. ദെൻ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന കെരിയർ ഫ്രീക്വൻസി ഇസ് ചേഞ്ചിങ് അറ്റ് എ റേറ്റ് ഓഫ് F0 ആണെങ്കിൽ ബീറ്റ് ഫ്രീക്വൻസി ഓർ FR എന്ന് പറയുന്നത് FR ഇസ് ഈക്വൽ ടു F0 ഇൻറ്റു T ആണ്. T എന്താണെന്നറിയാം. സോ 2R/c ഇൻറ്റു F0. സോ നെക്സ്റ്റ് നമ്മളൊരു നേരത്തെ പറഞ്ഞത് ലീനിയർ ഫ്രീക്വൻസി മോഡുലേഷനാണ്. ഇനി ട്രയാങ്കുലർ ഫ്രീക്വൻസി മോഡുലേഷൻ കൺസിഡർ ചെയ്യാം. ട്രയാങ്കുലർ ഫ്രീക്വൻസി മോഡുലേഷനിൽ ഫ്രീക്വൻസി ഈസ് മോഡുലേറ്റഡ് അറ്റ് എ റേറ്റ് ഓഫ് FM ഓവർ എ റേഞ്ച് ΔF. അങ്ങനെയാണെങ്കിൽ FR അല്ലെങ്കിൽ FB എന്ന് പറയുന്നത് FR ഇസ് ഈക്വൽ ടു 2R/c ഇൻറ്റു 2FM ആണ്. സോ ഈ ഒരു റേഞ്ച് ഫ്രീക്വൻസി കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ബീറ്റ് ഫ്രീക്വൻസി കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്നും റേഞ്ച് R കാൽക്കുലേറ്റ് ചെയ്യാം. സോ അതിൻ്റെ ഫിഗർ നോക്കുകയാണെങ്കിൽ സോളിഡ് ലൈൻ എന്ന് പറയുന്നത് ട്രാൻസ്മിറ്റഡ് സിഗ്നലാണ്, എക്കോ സിഗ്നലാണ് ഡോട്ടഡ് ലൈൻ എന്ന് പറയുന്നത്. അതിൻ്റെ കറസ്പോണ്ടിങ് ബീറ്റ് ഫ്രീക്വൻസി വേഴ്സസ് ടൈം ഗ്രാഫാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. എല്ലാം ഒരേ ലെവലിലാണ്. എല്ലാ ഫ്രീക്വൻസിൻ്റെയും ലെവൽ എന്ന് പറയുന്നത് സെയിം ആണ്. സോ ഇപ്പോൾ ഈ പറഞ്ഞ രണ്ട് കേസും നമ്മൾ സ്റ്റേഷനറി ടാർജറ്റിൻ്റെ കേസാണ് പറഞ്ഞത്. ദെൻ വെൻ ഇറ്റ് കംസ് ടു മൂവിങ് ടാർജറ്റ്,
ടാർജറ്റ് മൂവിങ് ആണെങ്കിൽ അവിടെ ഡോപ്ലർ ഫ്രീക്വൻസി ഷിഫ്റ്റ് വരും. ഡോപ്ലർ ഫ്രീക്വൻസി ഷിഫ്റ്റ് വന്നു കഴിഞ്ഞാൽ ബീറ്റ് ഫ്രീക്വൻസീൻ്റെ കൂടെ ആ ഡോപ്ലർ ഫ്രീക്വൻസി ഷിഫ്റ്റും കൂടി ആഡ് ചെയ്ത് വരും. സോ അവിടെ ഈ പറഞ്ഞ കാൽക്കുലേഷൻസ് എല്ലാം മിസ്റ്റേക്ക് വരും. മീൻസ് ഈ പറഞ്ഞ കാൽക്കുലേഷൻ ഒന്നും അവിടെ പോസിബിൾ ആയിരിക്കില്ല. സോ ആ ഒരു കണ്ടീഷനാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്തിട്ടുള്ളത്. ഒരു ട്രയാങ്കുലർ മോഡുലേഷനിൽ ടാർജറ്റ് മൂവിങ് ആയിട്ടുള്ള കണ്ടീഷനിൽ അതിൻ്റെ ബീറ്റ് ഫ്രീക്വൻസി വേഴ്സസ് ടൈം ഗ്രാഫ് നോക്കുകയാണെങ്കിൽ, നേരത്തെ ബീറ്റ് ഫ്രീക്വൻസി വേഴ്സസ് ടൈം ഗ്രാഫ് എല്ലാം ഒരേ ലെവലിലായിരുന്നു. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ചില പോർഷനിൽ ലോ ഫ്രീക്വൻസിയാണ്, ചില പോർഷനിൽ ഹൈ ഫ്രീക്വൻസിയാണ്. സോ ഇവിടെ നമ്മൾ റേഞ്ച് ഫ്രീക്വൻസി കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ആദ്യം എഫ് ബി അപ്പർ പോർഷൻ, അപ്പർ ഫ്രീക്വൻസീൻ്റെ ആ ഒരു പോർഷൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ എഫ് ബി ഈസ് ഈക്വൽ ടു എഫ് ആർ മൈനസ് എഫ് ഡി, വെറാസ് എഫ് ബി ഡൗൺ പോർഷനിൽ എഫ് ആർ പ്ലസ് എഫ് ഡി ആണ്. ആ ഒരു ഫിഗർ വെച്ച് നോക്കാം. ദെൻ വൺസ് ഇത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ആവറേജ് ആയിരിക്കും റേഞ്ച് ഫ്രീക്വൻസി എഫ് ആർ എന്ന് പറയുന്നത്, ഹാഫ് ഓഫ് എഫ് ബി അപ്പ് പ്ലസ് എഫ് ബി ഡൗൺ.